ചെയ്തവരനുഭവിക്കാതെ പോയിട്ടില്ല, ആരും പോയിട്ടില്ല. ലീഡറിന്റെ ഈ രാഷ്ട്രീയ കരിയർ, ഈ വളരെ നീണ്ട ഇന്നിങ്സിൽ എത്രയോ ആൾക്കാർ ലീഡറുടെ കൂടെ വന്ന് നിന്ന് ലീഡറുടെ അപദാനങ്ങൾ വാഴ്ത്തിയ ശേഷം ഇപ്പോൾ അവരൊക്കെ മറിയാമിൽ നിന്ന് ലീഡറെ ഇങ്ങനെ വർഷിക്കുമ്പോൾ ലീഡർക്ക് ഒരു വികാരവിക്ഷോഭം ഉണ്ടോ എന്നറിയില്ല. അനുഭവിക്കുമെന്ന് മാത്രം. ചെയ്തവരനുഭവിക്കാതെ പോയിട്ടില്ല, ആരും പോയിട്ടില്ല. പക്ഷെ അവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. എവിടെയാ വളരുന്നത്? വളരുന്ന ഒരാളുടെ പേര് പറയാമോ? അതാണ് ഞാൻ പറഞ്ഞത്. നാളെ ലീഡർ വളർത്തിക്കൊണ്ടുവന്ന ഒരു പറ്റം ആൾക്കാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. ഇന്ന് അദ്ദേഹം KPCC അധ്യക്ഷനാണ്. വളർത്തിക്കൊണ്ടുവന്ന് ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ വിചാരിച്ചു ഇനി വളരെ എളുപ്പം വേറെ വലുതാണ്. ഓപ്പർച്യൂണിറ്റീസാണ്. ബേസിക്കലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ്, നോട്ട് ഓൺ പ്രിൻസിപ്പിൾ. If it is on principle, I can understand. ഒരു പക്ഷേ ലീഡർ എന്നുള്ള ഒരു വടവൃക്ഷം ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ഒരു പുത്രസ്നേഹത്തിലും അടിപ്പെട്ടു പോയോ? ഒരിക്കലും ഉണ്ടായില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പലർക്കും കൊടുത്ത പിന്തുണ വേണ്ടത്രയും മുകളിലേക്ക് കൊടുത്തു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു MM ഹസനാണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു ലീഡർ പ്രകോപിതനാകില്ല, എനിക്കറിയാം. പക്ഷെ എന്തായാലും പ്രകോപനത്തിൻ്റെ ഒരു വരമ്പിലേക്ക് വേണം എത്തിക്കാവുന്ന ഒരു പരാമർശമാണ് MM ഹസനാണെന്ന് തോന്നുന്നു അസംബ്ലി പറഞ്ഞു. അതായത് മഹാഭാരതത്തിൻ്റെ ഒരു വാക്യം പറഞ്ഞു. എനിക്കൊന്ന് വിതുരർ ധൃതരാഷ്ട്രോട് പറഞ്ഞതാണ്. അതായത് മുൻജന്മ ശത്രുക്കളാണ് പിന്നീട് മക്കളായി ജനിക്കുക. അത് ലീഡറെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതാവില്ല, ഹസനെ തന്നെയാണ്. ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് അതല്ലേ. ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ അങ്ങയുടെ കാലത്ത് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് KSU കാലത്ത് ചെയ്ത കാര്യങ്ങൾ CH മുഹമ്മദയെ കൊണ്ട് സഹായിച്ചു കൊടുത്ത സംഭവങ്ങൾ മുതലെടുത്താൽ ഇവർക്കൊക്കെ ഒരു ക്ലീൻ സ്റ്റേറ്റ് അല്ല. ലീഡർ ആന്റണി ആയിട്ടുള്ള ബന്ധം ഞാൻ പലപ്പോഴും ഞാൻ 2 പതിറ്റാണ്ടായ ലീഡറിൻ്റെ ഈ പറഞ്ഞ രാഷ്ട്രീയ കസർത്തുകൾ വളരെ സൂക്ഷ്മമായി നോക്കുന്ന ആളാണ്. കസർത്ത് ഉദ്ദേശിക്കുന്നത് ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇടപെടൽ. ഇതിന് ആന്റണിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആന്റണി എന്നുള്ള വ്യക്തിയെ അല്ലാതെ മറ്റൊന്നിനെയും ആന്റണിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുള്ളൊക്കെ ആന്റണിക്ക് ഉണ്ടായില്ല. ആന്റണിയുടെ ഷാജിക്ക് കാരണക്കാരൻ പിന്നെ വന്ന ഓസിയല്ലേ. ആർക്കറിഞ്ഞു കൂടാത്തത്? ഓരോ ആക്ഷൻ വരുമ്പോഴും അതിനെതിരായിട്ട് പ്രവർത്തിക്കുക, പറയുക. അങ്ങനെ ആന്റണിക്ക് എതിരായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വന്നു. പുള്ളി രാജിവെക്കാൻ നിർബന്ധിതനായി. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടൊന്നുമല്ല, സാഹചര്യങ്ങൾ. ചിക്മംഗ്ലൂർ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചുവെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ക്ലിയർ അല്ലേ? പേഴ്സണൽ ഇമേജ്. ആന്റണിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അത് ഇതുവരെ ആർക്കും അല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ആന്റണിയുടെ ഇമേജിന്റെ തടവറയിലാണെന്ന് പറയുന്ന നിരീക്ഷകരുണ്ട്. ആന്റണി ജീവിച്ചതും പിടിച്ചു നിന്നതും ചില മാധ്യമങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആരംഭം മുതൽ ഇന്നേ വരെ മാധ്യമങ്ങൾ എതിർത്തിട്ട് ശരിയുള്ളൂ.